റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും, അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം 1000-ഓളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ അഖീദ എന്ന വിഷയത്തിൻ്റെ 2ാമത്തെ മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1ാമത്തേത് ചാനലുണ്ട്, കാണാത്തവരൊക്കെ കാണാം. ഇവിടെ 1ാമതായിട്ട് വന്നിട്ടുള്ള ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നാണ്. യോജിച്ചവ ചേർക്കാം. താഴെ ഒരു 6 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഓർഡർ തെറ്റിച്ചിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ക്വസ്റ്റ്യൻസുകൾ കൃത്യമായിട്ട് വായിക്കുക. ആൻസറുകൾ വായിച്ചിട്ട് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഏതാണോ ഈ ആൻസറുകൾ എടുത്തിട്ട് ഇവിടേക്ക് എഴുതുക. ആൻസറുകൾ എടുത്തിട്ട് ഇവിടേക്ക് എഴുതുക. അങ്ങനെയാണ് വേണ്ടത്. അതിൽ 1ാമത്തെ ചോദ്യം അറിവില്ലായ്മ വർദ്ധിക്കുക. അറിവില്ലായ്മ വർദ്ധിക്കുക. ഞാൻ അതിനോട് ഇവിടെ ഇടത് സൈഡിലുള്ള ഓരോന്നും ഇങ്ങനെ യോജിപ്പിച്ച് വായിച്ചു നോക്കിയാൽ ഏതെങ്കിലും ഒന്ന് ഷൂട്ടാവും. മുസ്തഹീൽ, ബിദഅത്തുൻ ഹസന, മുസ്തഹീലാണ് ആദ്യം. ബിദഅത്തുൻ ഹസന, അലാമാത്തുൽ ഖിയാമ. പിന്നെ അലാമാത്തുൽ ഖിയാമ പറഞ്ഞാൽ ഖിയാമ നാളിൻ്റെ അടയാളങ്ങൾ. പിന്നെ ഹമലത്തുൽ അർഷ്, ബിദഅത്തുൻ ളലാല, ഈസാ അലൈഹിസ്സലാം. ഇതൊക്കെയാണ് ഉത്തരങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ 1ാമത്തെ ചോദ്യം എന്തായിരുന്നു? അറിവില്ലായ്മ വർദ്ധിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഏതാണ്? ഇതാണ് യോജിക്കുന്നത്. അലാമാത്തുൽ ഖിയാമ. അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അറിവില്ലായ്മ വർദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ അലാമാത്തുൽ ഖിയാമ എന്നുള്ള ഉത്തരം ഈ നടുഭാഗത്തേക്ക് എഴുതുക. 2ാമത്തേത് തള്ളപ്പെടേണ്ടതാണ്. തള്ളപ്പെടേണ്ടതാണ്. ഏതാണ് തള്ളപ്പെടേണ്ടത് ഇതിൽ? അത് ഇതാണ് ബിദഅത്തുൻ ളലാല. അത് തള്ളപ്പെടേണ്ടതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടേക്ക് എഴുതാം. തള്ളപ്പെടേണ്ടതാണ് ബിദഅത്തുൻ ളലാല. 3ാമത്തേത് ഉണ്ടാവാൻ പാടില്ലാത്തത്. ഉണ്ടാവാൻ പാടില്ലാത്തതിന് ഒരു പേര് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഉണ്ടാവൽ നിർബന്ധമായതിന് വാജിബ്, ഉണ്ടാവാൻ പാടില്ലാത്തതിന് മുസ്തഹീൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ട് മുസ്തഹീൽ. അപ്പോൾ ഇതാണ് മുസ്തഹീലാണ് അതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരം, മുസ്തഹീൽ. പിന്നെ 4ാമത്തെ ചോദ്യം ഖുർആൻ ക്രോഡീകരണം. എന്താണ് ഇതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുക? ഖുർആൻ ക്രോഡീകരണം എന്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അത് ബിദഅത്തുൻ ഹസന, നല്ല ബിദഅത്തിന് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഖുർആൻ ക്രോഡീകരണം ബിദഅത്തുൻ ഹസനത്തുൻ എന്ന് പറയുക. ഇനി 5ാമത്തെ അന്തർക്ക് കാഴ്ച നൽകുന്നു. കാഴ്ചയില്ലാത്ത ആളുകൾക്ക് കാഴ്ച നൽകിയെന്ന ഒരു പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ മുഅ്ജിസത്താണെന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അത് ഏത് നബിയാണ്? അത് തന്നെയാണ് ഇവിടെ യോജിക്കുന്നത്. 5ാമത്തേത് മരിച്ചവരെ ജീവിപ്പിച്ചു, വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, മാറാവ്യാധികളൊക്കെ സുഖപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈസാ അലൈഹിസ്സലാം എന്നുള്ളതാണ് 5ാമത്തേൻ്റെ ഉത്തരം. അതിവിടെ ഉണ്ട്. 6 അർശിനെ ചുമക്കുന്നവർ. ഇനി അതുപോലെ തന്നെ ഇവിടെ ബാക്കിയുള്ളൂ. അവർക്ക് പറയുന്ന പേരാണ് ഹമലത്തുൽ അർഷ്. അർഷിനെ ചുമക്കുന്നവർ. 6ാമത്തേത് അർഷിനെ ചുമക്കുന്നവർ. അതിൻ്റെ ആൻസർ ഹമലത്തുൽ അർഷ്. ഇനി 2ാമത്തെ ആക്ടിവിറ്റി എന്താണ്? പൂർത്തിയാക്കാം എന്നാണ്. 5 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ അവസാന ഭാഗം നമ്മൾ എന്താണോ ചേർക്കേണ്ടത് വെച്ചാൽ അത് ചേർത്ത് പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. 1ാമത്തേത് അർഹതയില്ലാത്തവർ കൈകാര്യ ഡാഷ്. ഇതൊക്കെ പിന്നെ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളായിട്ട് വരുന്ന കാര്യമാണ്. അർഹതയില്ലാത്തവർ കൈകാര്യ കർത്താക്കളാവുക എന്നാണ്. അപ്പോൾ എന്താണ് കർത്താക്കളാവുക എന്ന് നമ്മളോട് എഴുതി കൊടുക്കേണ്ടത്. 2ാമത്തേത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപമാണ്. അതേ മുമ്പൊരു ചോദ്യമായിട്ട് വന്നിരുന്നുണ്ടായിരുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അപ്പോൾ അത് പൂർത്തിയായി. 3ാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൽ അതിപ്രധാനമാണ്. നബി തങ്ങളുടെ മുഅ്ജിസത്തിൽ കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും അതിപ്രധാനം ഏതാണ്? അത് വിശുദ്ധ ഖുർആനാണ് അല്ലേ? അപ്പോൾ അങ്ങനെ എഴുതാം, വിശുദ്ധ
ഖുർആൻ. അങ്ങനെ എഴുതിയാൽ മതി. നാലാമത്തത് സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത്. സാധാരണ ജനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത കാര്യമുണ്ടല്ലോ, അതെന്താണ്? മുഅ്ജിസത്താണ് അല്ലേ? സാധാരണ ജനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് അള്ളാഹു തിരഞ്ഞെടുത്ത അമ്പിയാ മുർസലുകൾക്ക് അവൻ നൽകുന്ന കഴിവാണ്. അപ്പോൾ അവൻ നൽകിയവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അഞ്ചാമത്തത് നമ്രൂദിൻ തീക്കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രവാചകൻ ആരാണ്? ഇബ്രാഹിം അലൈഹിസ്സലാം ആകുന്നു. നമ്രൂദിൻ തീക്കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രവാചകൻ ആരാണ്? ഇബ്രാഹിം അലൈഹിസ്സലാം. ഇനി മൂന്നാമത്തെ ഒരു ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ്. ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി കൃത്യമായ ആൻസർ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താ വന്നിട്ടുള്ളത്? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആയത്ത് ഏത് സിഫത്തിനെ സൂചിപ്പിക്കുന്നു? ഇത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലേ, അത് ഏത് സിഫത്തിനെ? അത് ചിലപ്പോൾ വാജിബായിരിക്കാം, മുസ്തഹിലായിരിക്കാം, ഏതുമായിരിക്കാം. എന്താണ് അർത്ഥം? ഖുൽ നബിയെ തങ്ങൾ പറയുക, ഹുവല്ലാഹ് അവൻ അള്ളാഹു ആകുന്നു, അവൻ അള്ളാഹു അഹദുൻ ഒരുവനാകുന്നു. അപ്പോൾ ഈ ഒരുവൻ എന്നുള്ളൊരു വാക്കൊക്കെ നോക്കി മനസ്സിലാക്കിയാൽ നമുക്ക് വാജിബായ സിഫത്തുകളിൽ ഒരു സിഫത്തിൻ്റെ പേര് മനസ്സിൽ വരും. അതാണ് വഹദാനിയത്ത് അല്ലേ? അഹദ് വഹദാനിയ കണ്ടില്ലേ? വഹദാനിയത്താണത്, ഒരുവനായിരിക്കൽ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തത് ആരാണ് സ്വർഗാവകാശികൾ? നമ്മൾ 9ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊള്ളുന്ന മാർഗം അവലംബിച്ചവരാണ് സ്വർഗാവകാശികൾ. അപ്പം അങ്ങനെ എഴുതാം. ആരാണ് സ്വർഗാവകാശികൾ? ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊള്ളുന്ന മാർഗം അവലംബിച്ചവർ. ഇനി അടുത്തത് മൂന്നാമത്തത് സഫറത്ത് എന്ന വിഭാഗം മലക്കുകളുടെ ജോലി എഴുതുക. സഫറത്താണ്. എന്താണ് സഫറത്ത്? നേരത്തെ ഹഫലത്ത് വന്നായിരുന്നു അല്ലേ? സഫറത്ത് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പകർത്തി എഴുതുന്നവർ, അതാണ് സഫറത്ത്. അപ്പോൾ സഫറത്ത് എന്ന വിഭാഗം മലക്കോട് ജോലി ഇവിടെ എഴുതിയിട്ടുണ്ട്, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പകർത്തി എഴുതുന്നവർ. ഇനി നാലാമത്തത് ഷിർക്ക് എന്നാൽ എന്ത്? എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനോട് തുല്യമായി മറ്റൊന്നുണ്ടെന്നോ ആരാധനക്കർഹത മറ്റൊന്നിനുണ്ടെന്നോ വിശ്വസിക്കലാണ് അല്ലേ? അള്ളാഹുവിനോട് തുല്യമായി മറ്റൊരാളുണ്ടെന്നോ, അപ്പോൾ അള്ളാഹുവിനോട് തുല്യമായി മറ്റൊരാളുണ്ടെന്നോ ആരാധനക്കർഹത മറ്റൊരാൾക്കുണ്ടെന്നോ വിശ്വസിക്കൽ, ഇതാണ് ഷിർക്ക്. അഞ്ചാമത്തെ ചോദ്യം തൗഹീദിൻ്റെ പ്രഖ്യാപന വചനം ഏത്? എഴുതുക. നമ്മൾ ആദ്യത്തെ പേപ്പറിലൊക്കെ ഈ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് തൗഹീദിൻ്റെ പ്രഖ്യാപന വചനം. പിന്നെ ആറാമത്തത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ നിന്ന് ഒന്നെഴുതാം. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ നിന്ന് ഒന്നെഴുതാം. നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ തന്നെ ആദ്യ ഭാഗത്ത് കുറച്ച് വിശേഷണങ്ങൾ പറയുന്നുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നെഴുതാം. എന്താണ്? അള്ളാഹു എന്നെന്നും ഉള്ളവനാണ്. ഒന്നാമത്തെ പാഠത്തിൽ പിന്നെ ആ സിഫത്തുകൾ പറയുന്നതിൻ്റെ മുമ്പേ അള്ളാഹു 5 സിഫത്തുകളുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹു എന്നെന്നും ഉള്ളവനാണ്, അവന് തുടക്കവും അവസാനവുമില്ല, പിന്നെ അവനെപ്പോലെ ആരുമില്ല, അവന് തുല്യമായ ഒരു വസ്തുവുമില്ല, അവൻ മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല, ഇതൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാനിവിടെ അള്ളാഹു എന്നെന്നും ഉള്ളവനാണ് എന്നെഴുതാണ്. അള്ളാഹു എന്നെന്നും ഉള്ളവനാണ് എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അതിൽ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതും എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ. ഇനി നാലാമത്തെ ആക്ടിവിറ്റി കണ്ടെത്താം എന്നാണ്. താഴെ ഒരു 6 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു 2 ഓപ്ഷനുകൾ കൂടെ ഇടത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ശരി ഉണ്ടാവും, അത് കണ്ടെത്താനാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം തുടക്കമില്ലാതിരിക്കൽ. ഇത് ഒരു മുസ്തഹിലായ സിഫത്താണ് അള്ളാഹുവിൻ്റെ അല്ലേ? അത് ഈ ഖിദം ആണോ ബഖ ആണോ? തുടക്കമില്ലാതിരിക്കൽ അത് ഖിദം എന്നുള്ളതാണ്. ഖിദം തുടക്കമില്ലാതിരിക്കൽ. ഇനി രണ്ടാമത്തത് കേൾക്കുന്നവൻ. അതിനോട് യോജിക്കുന്ന ഉത്തരത്തിൽ ബസീറാണോ സമീആണോ? സമീആണല്ലേ കേൾക്കുന്നവൻ. ബസീർ കാണുന്നവനാണ്, സമീ കേൾക്കുന്നവൻ. മൂന്നാമത്തത് കൈ പ്രകാശിക്കൽ. അതൊരു നബിയുടെ മുഅ്ജിസത്താണ്, കൈ പ്രകാശിക്കൽ. അതിനോട് അതാർക്കാണ്? ഈസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം. കൈ പ്രകാശിക്കുക മൂസ അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്താണ്.
പിന്നെ നാലാമത്തത് പാറയിൽ നിന്ന് ഒട്ടകം പുറപ്പെട്ടല്ലോ. അത് ഏത് നബിയുടെ? സ്വാലിഹ് അലൈഹി സ്വലാം, ഇബ്രാഹിം അലൈഹി സ്വലാം. സ്വാലിഹ് നബിയുടെ മോചിതത്താണ്, അപ്പോൾ അവിടെ ഇടാം. പിന്നെ അഞ്ചാമത്തത് അർശിനെ ചുറ്റുന്നവർ. അർശിനെ ചുറ്റുക എന്നുള്ളത് ഒരു വിഭാഗം മലക്കുകളുടെ ജോലിയാണ്. തബ്ലീഗ് ഹഫളത്ത്, ഹാഫൂൻ. അതിലേതാണ്? ഹാഫൂനാണ് അതിൻ്റെ ഉത്തരം അല്ലേ? ഹാഫൂൻ, അതാണ് അർശിനെ ചുറ്റുന്നവർ. ഹമലത്തുൽ അർശാണ് അർശിനെ വഹിക്കുന്നവർ. അപ്പോൾ അത് അങ്ങോട്ട് കൊണ്ട് മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആറാമത്തത് എത്തിച്ചു കൊടുക്കൽ അംബിയാ മുർസലുകൾക്ക് പിന്നെ അവർ സിഫത്തുകളാണ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ. തബ്ലീഗ്, കിത്മാൻ. അതിൻ്റെ അറബി എന്താണ്? തബ്ലീഗാണോ കിത്മാനാണോ? തബ്ലീഗാണ്. എത്തിച്ചു കൊടുക്കൽ തബ്ലീഗ്, അത് കൂടെ പഠിക്കുക. ഇനി അടുത്തത് വ്യക്തമാക്കാം. അഞ്ചാമത്തത് വ്യക്തമാക്കാം എന്നാണ്. 3 ചോദ്യങ്ങളാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅ ആരാണ് എന്നിവിടെ വ്യക്തമായി എഴുതി കൊടുക്കുക. നബിചര്യയും സഹാബത്തിൻ്റെ മാതൃകയും പിൻപറ്റി ജീവിക്കുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുക. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും സഹാബത്തിൻ്റെ മാതൃകയും പിൻപറ്റി ജീവിക്കുന്നവർ, അവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുക. 2 ബിദ്അത്തുൻ ഹസന. എന്താണ് ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ? പ്രമാണങ്ങൾക്ക് എതിരല്ലാത്ത പുതുതായി ഉണ്ടാക്കപ്പെട്ട നല്ല കാര്യങ്ങൾ, അതാണ് ബിദ്അത്തുൻ ഹസന. എന്താണ് ബിദ്അത്തുൻ ഹസന? പ്രമാണങ്ങൾക്കെതിരല്ലാത്ത പുതുതായി ഉണ്ടാക്കപ്പെട്ട നല്ല കാര്യങ്ങൾക്കാണ് ബിദ്അത്തുൻ ഹസന എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് അംബിയാ മുർസലുകൾ. ആരാണ് അംബിയാ മുർസലുകൾ? പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരും പിൻപറ്റപ്പെടേണ്ടവരുമാകുന്നു അംബിയാ മുർസലുകൾ. അപ്പോൾ അംബിയാ മുർസലുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെടേണ്ടവരും തിരഞ്ഞെടുക്കേണ്ടവരും പിൻപറ്റപ്പെടേണ്ടവരുമാകുന്നു അംബിയാ മുർസലുകൾ. ഇനി അടുത്തത് എണ്ണം എഴുതാം എന്നാണ്. ആറാമത്തത് എണ്ണം എഴുതി കൊടുക്കാനാണ്. അതിൽ ഒന്നാമത്തത് ആകെ മുർസലുകൾ. എത്ര പേരാണ് ആകെ മുർസലുകൾ? 313 ആണല്ലേ? 313 ആകെ മുർസലുകൾ. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ. അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ എത്രയാണ്? 20 ആണല്ലേ? വാജിബും മുസ്തഹീലൊക്കെ 20 ജായിസ് 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് ഖുർആനിൽ പറയപ്പെട്ട നബിമാർ. ഖുർആനിൽ പറയപ്പെട്ട നബിമാർ എത്ര? 25 25 നബിമാരെയാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.